ദക്ഷിണ കന്നഡയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ മുൻപ് ശുചീകരണ തൊഴിലാളിയായിരുന്ന ഒരാൾ പോലീസിന് നൽകിയ മൊഴി പുറത്തു വന്നിരിക്കുന്നു. 1998-നും 2014-നും ഇടയിൽ നടന്നതായി പറയപ്പെടുന്ന നിരവധി കൊലപാതകങ്ങളെക്കുറിച്ചും താൻ നേരിൽ കണ്ട ഭീകരമായ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അവയുടെ തെളിവുകൾ മറച്ചുവെക്കാൻ നിർബന്ധിതനായതിനെക്കുറിച്ചുമുള്ള ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും പെൺകുട്ടികളും മാത്രമല്ല, നിരവധി പുരുഷന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ വിവരം. താൻ നേരിൽ കണ്ട കൊലപാതകങ്ങളെക്കുറിച്ചും അവ മറവ് ചെയ്തില്ലെങ്കിൽ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ചും ശുചീകരണ തൊഴിലാളി മൊഴിയിൽ പറയുന്നു. ഈ ഭയം കാരണം കഴിഞ്ഞ 11 വർഷമായി തനിക്ക് അയൽ സംസ്ഥാനത്ത് ഒളിവിൽ കഴിയേണ്ടി വന്നുവെന്നും ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതി തന്നെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പേരിന് മാത്രം ശുചീകരണ തൊഴിലാളിയായിരുന്ന തനിക്ക് യഥാർത്ഥത്തിൽ ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് ക്രൂരമായി ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യേണ്ടി വന്നു. കുഴിച്ചുമൂടിയവരിൽ സ്കൂൾ യൂണിഫോമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നുള്ളത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ചില മൃതദേഹങ്ങളിൽ ആസിഡ് പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നതായും ചിലത് താൻ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചതായും ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലുകൾ ധർമ്മസ്ഥലയിലെ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു.